സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് ഓലൻ. തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഓലൻ ചെറുതാകുമ്പോൾ തൊട്ടേ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓലനാണ്. ആദ്യം തന്നെ മമ്പയറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല, മമ്പയർ സോക്ക് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് നമുക്കതിലേക്ക് ഇളവനും പച്ചമുളകും ആഡ് ചെയ്യണം. ഈ ഇളവൻ എന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഈ ഇളവൻ തന്നെയാണ് കുമ്പളം എന്നുള്ളത് കല്യാണം കഴിഞ്ഞ് നിലമ്പൂർ എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ പച്ചമുളകും ഇളവനും മമ്പയറും ഒക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ള 2ാം പാലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് 1ാം പാലും കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് നമുക്കത് ഇറക്കി വെക്കാം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായി. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഇത് കുറച്ചുകൂടി ഇഷ്ടമാവും, കാരണം ഇതിൽ അത്ര സ്പൈസസ് ഒന്നും വരുന്നില്ല. പിന്നെ ആ തേങ്ങാപ്പാലിന്റെ ഫ്ലേവർ ഒക്കെ ഉള്ളതുകൊണ്ട് സദ്യയിൽ ചിലപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റും ഈ ഓലനായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.